ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൺ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു സൂപ്പർ വൈനാണ്, പൈനാപ്പിൾ വൈൻ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കിയത് നോക്കാം. ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് നാട്ടിൽ നിന്ന് വരുന്ന പൈനാപ്പിളാണ്. സാധാരണ ഇവിടെ കൂടുതലും വേറെ കൺട്രീസിൽ നിന്നെല്ലാം വരുന്ന പൈനാപ്പിളാണ് കിട്ടല്. നാട്ടിലത്തെ പൈനാപ്പിളിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് അല്ലേ. ഇത് മുറിച്ചെടുക്കാം. ഇതിന്റെ പകുതി മാത്രമേ ഞാനിപ്പം വൈൻ ഉണ്ടാക്കാൻ എടുക്കുന്നില്ലോ. ഇതിന്റെ പകുതി എടുക്കാൻ വേണ്ടി നടുക്കേ മുറിക്കാം. നല്ല മൂർച്ചുല കത്തിയെടുക്കാം. ഇതിന്റെ മണം അടിക്കുമ്പോ എനിക്ക് നാട്ടിൽ പോയൊരു സുഖമാണ്. ഈ ഒരു ഭാഗം ഞാനിപ്പോ മുറിച്ചെടുക്കുന്നേ. ഇതിന്റെ തോല് കളയണം. ആദ്യം ഒരറ്റം കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇനി ഇതിന്റെ ഈ സാധനം കളയാൻ വേണ്ടിട്ട് ഇത് മുറിയത്തിൽ മുറിക്കാം. ഇങ്ങനെ മുറിച്ചാൽ എളുപ്പത്തിന് ഇതിങ്ങനെ കളയാൻ കിട്ടും. ഇത് കളയണം നിർബന്ധമില്ല, ഞാൻ കളയലുണ്ട്. ഇതിന്റെ സൈഡത്തെ ഡാർക്ക് കളർ ഭാഗമെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇതിന് മുറിക്കാം. എങ്ങനെ വേണം മുറിക്കാം. വൈനിന് മുറിക്കാൻ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. അതേപോലെ വൈനിടുമ്പോൾ ഇതിന്റെ ഈ മൂക്ക് ഭാഗം കളയില്ല. ഞാനിപ്പോൾ അതും കളയുന്നുണ്ട്. ഇതിനി പറ്റുന്നത്ര ചെറിയ കഷ്ണമായിട്ട് മുറിക്കാം. ഈ വൈനിടാൻ എടുക്കുമ്പം നല്ലോണം പഴുത്ത പൈനാപ്പിൾ എടുക്കണം. ഇങ്ങനെ കൊത്തി അരിയുമ്പോൾ അരിഞ്ഞാൽ ഇതിന്റെ ജ്യൂസ് വേഗം ഇളകി വരും. ഞാനിപ്പോൾ വളരെ ചെറുതായിട്ട് ഇങ്ങനെ കുത്തിയരിയും പോലെ മുറിക്കുന്നത്. അതിന് വേഗം ഫ്ലേവർ ഇറങ്ങും, വൈൻ വേഗമാവും. പൈനാപ്പിള് എല്ലാം വളരെ ചെറുതായി മുറിച്ച് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഈ വൈൻ ഉണ്ടാക്കാൻ എടുക്കുമ്പം നമ്മളെ കൈക്കോ മുറിക്കുന്ന കത്തിക്കോ കട്ടിംഗ് പാഡിനോ ഇതിപ്പോ മുറിച്ചെടുക്കുന്ന ബൗളിനൊന്നും വെള്ളത്തിന്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഇനി 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഒരു ബൗളിലേക്ക് എടുത്ത് ഇതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഒരു 10-15 മിനിറ്റ് അടച്ച് കുതിർത്ത് വെക്കാം. ഇനി വൈനിടാൻ വേണ്ടി ഒരു കുപ്പിയോ ഭരണിയോ കഴുകി ഉണക്കി വെള്ളത്തിന്റെ അംശം ഒട്ടും ഇല്ലാതെ എടുക്കാം. ഈ കുപ്പിയിലേക്ക് മുറിച്ച് വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ എല്ലാം കുപ്പിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിപ്പം ചെറിയ അളവായതുകൊണ്ട് എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടിട്ടുണ്ട്. കുറച്ച് അധികം ഉണ്ടെങ്കിൽ പഞ്ചസാരയും പൈനാപ്പിളും ലെയർ ആയിട്ട് ഇടാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പൈനാപ്പിൾ മുറിച്ചത് ഏകദേശം 1 കപ്പ് ഉണ്ടാവും. 1 കപ്പ് പൈനാപ്പിൾ മുറിച്ചതിന് ഇപ്പൊ 1/4 കപ്പ് പഞ്ചസാര എടുക്കുന്നത്. പൈനാപ്പിളിന്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് മാറ്റം വരുത്താം. ഇതിപ്പോ അത്യാവശ്യം നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. എടുത്തു വെച്ച പഞ്ചസാരയെല്ലാം കുപ്പിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി വെള്ളത്തിന്റെ അംശമില്ലാത്ത ഒരു തടി തവി കൊണ്ട് ഈ പഞ്ചസാരയും പൈനാപ്പിളും കൂടെ കുത്തി ഉടച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വൈനായി കിട്ടും. ഒരാഴ്ച കൊണ്ട് തന്നെ വൈനാവും. ഇതിന്റെ ജ്യൂസെല്ലാം ഇപ്പൊ തന്നെ ഇളകി വരും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുത്തി ഉടച്ചു കൊടുക്കാം. ഇത് ചെയ്യുന്നതെല്ലാം അവരവരെ മനോധർമ്മത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പം പൈനാപ്പിളും പഞ്ചസാരയും കൂടെ നല്ലോണം കുത്തി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കാം. ഈ പൈനാപ്പിളിന്റെ ലെവലിന്റെ കുറച്ച് മുകളിൽ വരെ വെള്ളം ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് ഈസ്റ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഈ തിളപ്പിച്ചാറിയ വെള്ളം കുറച്ചൊഴിക്കുന്നത് നല്ലതായിരിക്കും. കുറച്ചാല് പൈനാപ്പിളിന്റെ ഫ്ലേവർ നല്ല അധികം കിട്ടും. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം കറുവപ്പട്ടയും
2 ഏലക്കയും 2 ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വൈനിടുന്ന കുപ്പീന്റെ ഒരു 1/4 ഭാഗം മാത്രമേ എല്ലാം കൂടി ഉണ്ടാവാൻ പാടുള്ളൂ. ഞാനിപ്പോ ഇതിൽ ഗോതമ്പ് ചേർക്കുന്നില്ല. ഗോതമ്പ് ചേർക്കാതെ തന്നെ അത്യാവശ്യം നല്ല വീര്യം ഉണ്ടാവും. അധികം വീര്യം വേണ്ടുന്നവര് 1 ടേബിൾ സ്പൂൺ ഗോതമ്പോ സൂചി ഗോതമ്പോ കഴുകി ഉണക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. ഇതിന് അടച്ചു വെക്കാം. അധികം ടൈറ്റാക്കി അടക്കണ്ട. ഇതിന് ഒരാഴ്ച കബോർഡിനുള്ളിലോ അല്ലെങ്കിൽ വെളിച്ചം കൊള്ളാത്ത ഏതെങ്കിലും സ്ഥലത്തോ വെക്കാം. നാളെ ഇന്ന് വൈകിട്ട് അതേ സമയത്ത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് ഒന്ന് ഇടവിട്ട ദിവസം ഒരേ സമയത്ത് ഇളക്കി കൊടുക്കാം. പൈനാപ്പിള് വൈനിട്ടത് പിറ്റേ ദിവസം ഏകദേശം അതേ സമയത്ത് എടുത്തിട്ടുണ്ട്. ഇതിനി തുറന്ന് ഒരു തവി കൊണ്ട് ഇളക്കി കൊടുക്കാം. ഇതാ പതഞ്ഞു വന്നിട്ടുണ്ട്. ഇളക്കുമ്പം ഇത് ഫെർമെന്റേഷൻ തുടങ്ങിയിട്ടുണ്ട്. പതഞ്ഞു വന്നിട്ട് ഇതാ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് വീണ്ടും അടച്ച് 6 ദിവസം വെക്കാം. ഇപ്പോ വൈനിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഒന്ന് ഇടവിട്ട ദിവസങ്ങളിൽ ഒരേ സമയത്ത് ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് അരിച്ചെടുക്കണം. ഒരു ബൗളിന്റെ മേലെ അരിപ്പ വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് വീണ്ടും വൈനിട്ട് അതേ കുപ്പിയിലേക്കോ അല്ലെങ്കിൽ വേറെ ഡ്രൈ ആയിട്ടുള്ള ഒരു കുപ്പിയിലേക്കോ ഒഴിച്ചു വെക്കാം. ഞാനിപ്പോ വൈനിട്ട കുപ്പിയിലേക്ക് തന്നെ ഒഴിക്കുന്നത്. ഇതിന് വീണ്ടും അടച്ച് ചുരുങ്ങിയതൊരു 3 ദിവസം വെക്കാം. ഒരാഴ്ചയൊക്കെ വെച്ചാൽ നല്ലത്. വൈൻ അരിച്ച് കുപ്പിയിലാക്കി വെച്ചിട്ട് ഇപ്പോ 3 ദിവസം കഴിഞ്ഞു. ഇനി ഇത് തുറന്ന് വൈൻ ഗ്ലാസ്സിൽ സെർവ് ചെയ്യാം. മണം അടിച്ചിട്ട് നിക്കാൻ കഴിയുന്നില്ല. സൂപ്പർ മണം, സൂപ്പർ വൈൻ. നമ്മൾ ടേസ്റ്റ് നോക്കി, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിൽ പൈനാപ്പിൾ വൈൻ റെഡിയാണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.